എനിക്കൊന്നുമില്ല, എനിക്കൊന്നും ഒട്ട് വേണ്ട, അവധൂതനായി കഴിഞ്ഞുകൂടുകയാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള അനുഭവം എന്താ? എല്ലാവരും കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുള്ളതായ ദ്രവ്യങ്ങൾ, അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണ സാധനം ആദ്യമായി കിട്ടുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർക്കാണ്. അപ്പം ഞങ്ങൾ നിങ്ങളെക്കാൾ മേലെയോ താഴെയോ എന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ സുഖം അളന്നു നോക്കിയാൽ ഗൃഹസ്ഥന്മാർക്കുള്ള സുഖത്തെ കവച്ചു വയ്ക്കുന്നതും താണ്ടിക്കിടക്കുന്നതും അതിൻ്റെ എത്രയോ ഇരട്ടി ഉള്ളതുമാണോ അല്ലയോ? ആ സുഖത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണു? ഒരു പാടുവിട്ട് പെടണമില്ല. അപ്പോൾ ഒരു നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞോളൂ, ഇതൊരു കൗശലമാണ്, ഒരു സൂത്രമാണെന്ന്. അതാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. എന്ത്? യോഗ കർമ്മസു കൗശലം എന്ന്. ഞാൻ പറയുന്ന ഈ സമത്വ ബുദ്ധിയോഗമുണ്ടല്ലോ അർജുന, അത് കർമ്മം ചെയ്യാനുള്ള കൗശലമാണെന്ന്. എന്താ ഈ കൗശലം എന്നുള്ള വാക്കിനർത്ഥം? സാധാരണക്കാര് അത്ര വലിയ കുശലബുദ്ധിയൊന്നും ഇല്ലാതെ ചെയ്യുന്നവരാവും. ഞാൻ പറയുന്നത് എന്താ? ഒന്നും കൂട്ടി ചെയ്യാൻ പറയുന്നില്ല, കുറച്ച് ചെയ്യാനും പറയുന്നില്ല. ചെയ്യുന്നത് സമീകൃതമായിരിക്കുന്ന ബുദ്ധിയോടുകൂടി മനസ്സോടുകൂടി ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താ ഈ സമീകൃത ബുദ്ധി? ഇതിന് സമത്വ ബുദ്ധിയോഗം എന്നാണ് പേര്. സമമനസ് യോഗം എന്ന് വേണമെങ്കിൽ പറയാം, സമമനോയോഗം എന്ന് വേണമെങ്കിൽ പറയാം. എന്താ അതിനർത്ഥം? എല്ലാ പ്രവൃത്തികളിൽ നിന്നും, പ്രവൃത്തി ഫലങ്ങളിൽ നിന്നും കിട്ടാനുള്ളത് സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ട് അനുഭവമാണ്. ആ സുഖം ദുഃഖമില്ലാതെയാവുമ്പോഴാണ് സുഖം, സുഖമില്ലാതെയാവുമ്പോഴാണ് ദുഃഖം. അപ്പോൾ സുഖ ദുഃഖം എന്ന് രണ്ടില്ല, ഒന്നേ ഉള്ളൂ വാസ്തവത്തിൽ. ആ ഒന്നിനെയാണ് രണ്ടായിട്ട് നാം തെറ്റിദ്ധരിക്കുന്നത്. ആർക്ക് ദുഃഖമുണ്ടോ ആ ആൾക്ക് സുഖം ഉണ്ടായിരുന്നാലേ ആ സുഖം പോയി ദുഃഖമുണ്ടാവുള്ളൂ. ദുഃഖമുള്ളവനോ ആ ദുഃഖം പോയി സുഖം വരും ചെയ്യും. അപ്പോൾ ദുഃഖത്തിനോ സുഖത്തിനോ വേണ്ടി പരിശ്രമിക്കണമോ? എന്താ നിങ്ങൾ പറയുന്നത്? പരിശ്രമിക്കണോ? വേണ്ടാന്ന് ഞാൻ കേൾക്കണില്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കെ പറഞ്ഞോളൂ, നിങ്ങളുടെ ചെവി കേട്ടോട്ടെ, അത് മതി എനിക്ക്. അപ്പോൾ സുഖത്തിനോ ദുഃഖത്തിനോ വേണ്ടി പരിശ്രമിക്കണ്ട. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പദാർത്ഥങ്ങളും കൂടി സമ്പർക്കമുണ്ടായാൽ ഉടനെ സ്വാഭാവികമായി അനിവാര്യമായി മനുഷ്യൻ്റെ മനസ്സിൽ ഉദിക്കുന്നതാണ് സുഖദുഃഖങ്ങൾ. ആഗമാപായിനഃ അനിത്യാഹ എന്നൊക്കെയാണ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ അർജുനന് പറഞ്ഞു കൊടുക്കുമ്പോൾ വിവരിച്ചു കൊടുത്തത്. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട, അത് വേണ്ടതുപോലെ അറിഞ്ഞ് ഉൾക്കൊണ്ടാൽ മതി എന്നാണ്. അപ്പോൾ എന്താ ഇതിനർത്ഥം? യോഗ കർമ്മസു കൗശലം. അങ്ങനെ സുഖദുഃഖങ്ങളെ സമീകരിച്ചുകൊണ്ട് ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ ആൾ ഏറ്റവും വലിയ കുശലനാവുന്നു. ഭയം കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യാതെ ഇരിക്കില്ല, ആശ കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യില്ല, വെറുപ്പ് കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യാതെ ഇരിക്കില്ല. പിന്നെ എങ്ങനെയാ? വസന്തമാരുതനെ പോലെ ഭാഗീരഥി ഗോമുഖത്തിൽ നിന്ന് പ്രവഹിച്ച് സമുദ്രം വരെ ഇടവിടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രവൃത്തികൾ സ്വാഭാവികമായി നിർഗളിക്കും, ഗംഗാപ്രവാഹം പോലെ. അത് വളരെ നന്നായിരിക്കും. തനിക്ക് മാത്രമല്ല, ലോകത്തിന് പ്രത്യേകിച്ചും മംഗളകരവും അനുഗ്രഹകരവുമാണ്. സുദുഃഖോപാർജിതൈർവിത്തൈഃ ആശാസാനാം ഗൃഹാശിഷഃ മധുഹേവാഗ്രതോ ഭുങ്ക്തേ യതിർവൈ ഗൃഹമേധിനാം. 14 കഴിഞ്ഞു, 24 ആചാര്യന്മാർ. ഇനി 15-ാമത്തതോ? മധുഹാ ഹരിണോ മീനഃ. മധുഹാ ഹരിണഃ. ഇപ്പോൾ തേൻ ശേഖരിക്കുന്നവൻ്റെ കാര്യം പറഞ്ഞു, തേനിൻ്റെ കാര്യം പറഞ്ഞു, വണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ജീവനുള്ളതിലേക്ക് പോവാ. എന്താ ഈ ജീവനുള്ളത്? മാൻ. ഹരിണോ മീനഃ. ഗ്രാമ്യഗീതം ന ശൃണുയാത് യതിർ വനചരഃ ക്വചിത് ശിക്ഷേത ഹരിണാത് ബദ്ധാത് മൃഗയോർഗീതമോഹിതാത്. ഗ്രാമ്യഗീതം ന ശൃണുയാത് യതിർ വനചരഃ ക്വചിത്. ഒരു യതി. യതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പ, അസെറ്റിക് എന്നാണ് അർത്ഥം. ആരാണ് ഈ അസെറ്റിക്? ജീവിതത്തിൽ ലോകത്തിലാണ് കഴിയണത് എന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവരും ലോകവസ്തുക്കൾ സമാഹരിക്കാനും ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകാനും ഒരു പാർപ്പിടത്തിൽ എന്തെല്ലാം ആഡംബരങ്ങളുണ്ടോ ആ ആഡംബരങ്ങൾ മുഴുവൻ വാങ്ങിക്കൂട്ടി അത് വേണ്ടതുപോലെ ചിട്ടയായിട്ട് ഇടാനുമൊക്കെയാണ് എല്ലാവരുടെയും പരിശ്രമം. എന്താ അങ്ങനെ പരിശ്രമിക്കുന്നത്? ഈ സാധനങ്ങളൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് സുഖമുള്ളൂ, സമൃദ്ധിയുള്ളൂ എന്നൊരു തോന്നലാണ്. ഇതാണ് സാധാരണക്കാരൻ്റെ ജീവിതവൃത്തി. ഇതിന് വാസ്തവത്തിൽ പ്രവൃത്തിനിഷ്ഠ എന്നാണ് പറയുക. എന്നാൽ യതി എന്ന് പറയുന്നവൻ ഇങ്ങനെയുള്ളവനല്ല, അവൻ നിവൃത്തിനിഷ്ഠക്കാരനാണ്. എന്താ ഈ പ്രവൃത്തി നിവൃത്തി എന്നുള്ള വാക്കിനർത്ഥം? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്മെൻറ്റലാണ്. ഞാനല്ലാത്ത ബാക്കി വസ്തുക്കളിൽ ഇടപെടുക, അതോടുകൂടി സമ്പർക്കം പുലർത്തുക. എൻ്റെ ജീവിതത്തിൻ്റെ യോഗ്യതയോ നേട്ടമോ സൗഖ്യമോ സൗഭാഗ്യമോ ഞാനല്ലാത്ത വസ്തുക്കളുടെ എണ്ണത്തിലും പെരുക്കത്തിലുമാണ് എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്നതാണ് പ്രവൃത്തിനിഷ്ഠ. നിവൃത്തിനിഷ്ഠയോ ഇങ്ങനെ ഒന്നും എനിക്ക് വേണ്ട,
എനിക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടോ ചെവി കൊണ്ട് കേട്ടിട്ടോ മറ്റു പ്രകാരത്തിലോ കിട്ടുന്ന സുഖമല്ല, ബാഹ്യദ്രവ്യങ്ങളിൽ നിന്നല്ല. ഞാൻ ഒതുങ്ങിയിരിക്കും, എൻ്റെ ഇന്ദ്രിയങ്ങളെ പിൻവലിപ്പിക്കും, മനസ്സിനെയും പിൻവലിപ്പിക്കും, ബുദ്ധിയെയും പിൻവലിപ്പിക്കും. എന്നിട്ടോ ഉള്ളിൽ അന്തരാത്മ എന്ന് പറയുന്ന തലത്തിൽ അമർന്നിരിക്കും. എൻ്റെ ദൃഷ്ടി മുഴുവനും അന്തരാത്മതലത്തിൽ നിന്നുള്ളതാണ്. ആത്മാ മാത്രമേ അനശ്വരമായിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ശരീരമടക്കം അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, വീട്, സമ്പത്ത്, സ്വാതന്ത്ര്യം, സൗകര്യങ്ങൾ, ആഡംബരങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നശ്വരങ്ങളാണ്. എനിക്ക് നശ്വര വസ്തുക്കളിൽ നിന്ന് നശ്വരമായ ഈ ശരീരത്തിന് അനശ്വരത കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അനശ്വരത ഉണ്ടെങ്കിൽ അത് ഉള്ളിലാണ് എന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് ഇൻട്രോവർട്ട് എന്ന് പറയുമല്ലോ, അന്തർമുഖമായിരിക്കുക. ഇതാണ് നിവൃത്തിനിഷ്ഠ. അങ്ങനെ നിവൃത്തിനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ യതിയാവുന്നത്, സന്യാസിയാവുന്നത്, തപസ്വിയാകുന്നത്. ഗ്രാമ്യഗീതം ന ശൃണുയാത് യതിഹി വനചരഃ ക്വചിത്. അങ്ങനെയുള്ളവർക്ക് ഏകാന്തത ഇഷ്ടമാണ്, നൈസർഗികത ഇഷ്ടമാണ്, പ്രകൃതി അതോടുകൂടി ഇണങ്ങി ജീവിക്കുന്നതാണ് അവർക്കിഷ്ടം. കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ധാരാളമുള്ള പട്ടണങ്ങളുടെ ഇടയിൽ ചെന്ന് ഒരു യതി കഴിഞ്ഞുകൂടാൻ ഇഷ്ടപ്പെടില്ല. വല്ല പുഴവക്കത്തോ കാട്ടിലോ വിജനപ്രദേശങ്ങളിലോ നല്ല ഗ്രാമങ്ങളിലോ മറ്റും ഒതുങ്ങിയിരിക്കാനാണ് ഇഷ്ടം. വൃക്ഷങ്ങളുടെയും ലതകളുടെയും ചെടികളുടെയും വന്യമൃഗങ്ങളുടെയും അല്ലെങ്കിൽ നാട്ടുമൃഗങ്ങളുടെയും ഇടയിൽ അങ്ങനെ കഴിഞ്ഞുകൂടാനാണ് ഇഷ്ടം, മറ്റതല്ല ഇഷ്ടം. അങ്ങനെ ഗ്രാമ്യഗീതം ന ശൃണുയാത് യതിർ വനചരഃ ക്വചിത്. അങ്ങനെ വനചരനായി വനസഞ്ചാരിയായിരിക്കുന്ന യതിയുണ്ടല്ലോ, ഒരിക്കലും ക്വചിത് ഗ്രാമ്യഗീതം ന ശൃണുയാത്. ഗ്രാമ്യഗീതം എന്താ ഈ വാക്കിനർത്ഥം? ഗ്രാമ്യം സ്വതവേ നമ്മൾ പറയണത് ഗ്രാമം എന്നാണ്. ഗ്രാമം എന്താ ഈ ഗ്രാമം? വില്ലേജ്. ഇവിടെ ഗ്രാമ്യം എന്നുള്ള വാക്കിനർത്ഥം ഐന്ദ്രിയമായിട്ടുള്ളത് എന്ന്. അതായത് നമ്മുടെ കണ്ണിനും കാതിനും ബാക്കി എല്ലാ സംഗതികൾക്കും ഉദ്ദീപനം നൽകി സന്തോഷിപ്പിക്കുക, അങ്ങനെയുള്ളതാണ്. ഇപ്പം നമ്മുടെ പരസ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടല്ലോ, പലതിലുമായിട്ട്. ചാനലിലും കാണാം, പത്രങ്ങളിലും കാണാം. ആ പരസ്യങ്ങളുടെ സ്വഭാവം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യുക, പക്ഷെ അവിടെ കാണിക്കണത് ഒരു മനുഷ്യനെയാണ്. അത് മനുഷ്യൻ എന്ന് വെച്ചാൽ പുല്ലിംഗമല്ല, സ്ത്രീലിംഗമാണ് കൂടുതലും കാണിക്കുക. ഈ പ്രോഡക്റ്റിനും സ്ത്രീലിംഗത്തിനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. അപ്പം എന്തെല്ലാം ഗ്രാമം, ഇന്ദ്രിയഗ്രാമത്തെ ഉദ്ദീപിപ്പിക്കാനായിട്ടുണ്ടോ അങ്ങനെയുള്ള ഉദ്ദീപകമായിരിക്കുന്ന പാട്ടുകളൊന്നും കേൾക്കരുത്. നമ്മളെ ക്രമത്തിലധികം ആകർഷിക്കുന്നത്, പിടിച്ചു നിർത്തുന്നത്, അന്ധനാക്കുന്നത് ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു ഗൃഹസ്ഥനാണ്, ഒരച്ഛനാണ്, ഒരമ്മയാണ്, നല്ല പാതിവൃത്യമുള്ള ഭാര്യയാണ്, ഭാര്യാസ്നേഹമുള്ള ഭർത്താവാണ്, എനിക്കൊരു കുലീനതയുണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ നടക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ താളം തെറ്റിക്കുന്ന പാട്ടും കൂത്തും ഒന്നും ശ്രദ്ധിക്കരുത് എന്നാണ് പറയുന്നത്. ഗ്രാമ്യഗീതം ന ശൃണുയാത് യതിഹി വനചരഃ ക്വചിത് ശിക്ഷേത ഹരിനാത് ബദ്ധാത് മൃഗയോർഗീതമോഹിതാത്. ഈ കാര്യം എനിക്ക് വളരെ നിർബന്ധമാണ്. എനിക്ക് പറ്റിയതും നൈസർഗികമായിട്ടുള്ളതും സാത്വികമായിട്ടുള്ളതും എൻ്റെ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഇണങ്ങുന്നതും പൊരുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. അതല്ലാതെ ഇന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറില്ല. എന്താ ഈ നിർബന്ധം എന്ന് ചോദിച്ചാൽ ഇതാണ് ഞാൻ മാനിൽ നിന്ന് പഠിച്ചത്. മാനെ കണ്ടാൽ വെടിവെച്ച് തോലെടുക്കും, എന്നിട്ട് ആ തോലിലിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഞാത്തിയിടും. ഇതാണല്ലോ മാനെ കണ്ടിട്ട് സാധാരണക്കാർ ചെയ്യുന്നത്. അവരുടെ തോക്കിൻ്റെ ഉണ്ടയ്ക്ക് എത്രത്തോളം ഉന്നമുണ്ട്, ബലമുണ്ട് എന്നുള്ളത് നിശ്ചയിക്കാൻ ആദ്യം വെടിവെക്കുന്നത് മാനയാണ്. എന്നാൽ അതിൻ്റെ പുള്ളി, അതിൻ്റെ അഴക് എന്തോ കാരണത്താൽ മനുഷ്യർക്ക് ഇഷ്ടമാണ്. അപ്പം നമുക്ക് അഴകുള്ളൊരു വസ്തുവിനെ കൊല്ലണോ അഴകുള്ള വസ്തുവിനെ വളർത്തണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊല്ലുക ചെയ്യുക. നമുക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതിനെ കൊല്ലുക അല്ലേ? ഇതെന്ത് ഗ്രഹപ്പഴയാതെ? ഇഷ്ടശാസ്ത്രത്തിൽ അങ്ങനെ കൊല്ലണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തിനോട് ഇഷ്ടമോ അതിനെ വളർത്തുകയാണല്ലോ വേണ്ടത്. ഇഷ്ടത്തിനെക്കുറിച്ച് നമുക്കൊരു ശാസ്ത്രം എഴുതുക. അപ്പോൾ ഇഷ്ടശാസ്ത്രം, ഇഷ്ടവസ്തുക്കൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ പറക്കി കൊണ്ടുവന്ന് വെടിവെച്ച് അങ്ങോട്ട് കൊല്ലിൻ, ചുട്ടുപൊടിക്കിൻ, ദഹിപ്പിക്കിൻ എന്നാണോ ആ ശാസ്ത്രത്തിൽ എഴുതുക? ഇഷ്ടമുള്ള വസ്തുവിനെ നല്ലപോലെ വളരാനും കൗതുകത്തോടുകൂടി ആകർഷകമായി വളരാൻ അനുവദിക്കുക ചെയ്യുക. അപ്പോൾ എവിടെ മാനെ കണ്ടാലും വളർത്തുക, അതിന് തിന്നാൻ കൊടുക്കുക, എന്തെങ്കിലും ഭക്ഷണമുണ്ടെങ്കിൽ കൊടുക്കുക, അതിന് കൂടുതൽ മാനിനെ കൊണ്ടുവന്ന് അങ്ങനെ അത് നന്നായിരിക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല. ആദ്യത്തെ ഉണ്ട പ്രയോഗിക്കുന്നത് മാനില്ല. ഖപ്പ് വെടിവെച്ചു എടുത്തു, എന്നിട്ടോ തോലിങ്ങോട്ട് കൊണ്ടുവന്നു, അതിലിരുന്നു. ഇതാണ് മനുഷ്യന്റെ സമ്പ്രദായം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ശിക്ഷേത ഹരിനാത് ബദ്ധാത് മൃഗയോർഗീതമോഹിതാത്. ഈ മാനെ വെടിവെക്കാനായിട്ട് എന്താ തരം? അപ്പോൾ ഇന്നത്തെ കാലത്താണ് ഉണ്ട. അപ്പോൾ ഉണ്ടയ്ക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും. പഴയ കാലത്ത് ശരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു മാനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ശരം വിടണം.
ആ ശരം പോയി എവിടെയെങ്കിലും തറച്ചാലൊന്നും മാൻ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അത് വയറ്റിലോ അല്ലെങ്കിൽ മുതൂത്തോ ഒക്കെയാണ് ശരം പോയി കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ ശരവും കൊണ്ട് അത് ഓടുകയുള്ളൂ. ആ മാനെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിൽ മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് അതിനെ ശരം പ്രയോഗിച്ച് ശരം തറയ്ക്കണം. നല്ല പോണം, കത്തിക്ക് പോകണം. കഴുത്തിൻ്റെ കർണഞരമ്പ് എന്നൊക്കെ പറയും, അവിടെയൊക്കെ ആണെങ്കിൽ നല്ലോണം പറ്റി. അതങ്ങനെ വെടിവെക്കാൻ എളുപ്പം പറ്റില്ല, അനങ്ങാതെ നിന്ന് നോക്കിയിട്ടൊക്കെ വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ മാനെ അമ്പ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവരൊരു പ്രത്യേക പാട്ട് പാടും പൈപ്പ് കൊണ്ട്. ആ പാട്ട് പാടിയാൽ ഈ മാന് അവിടെ കേൾക്കാൻ്റെ പോവാൻ്റെ പറ്റില്ല. അത്രേ പാട്ടങ്ങോട്ട് കേൾക്കേണ്ട താമസം ചെവി കൂർപ്പിച്ച് അന്ധനായിട്ട് ഇങ്ങനെ നത്തുപോലെ ഇരിക്കും. ആ ഇരിപ്പിലാണ് ശരം വന്ന് തറയ്ക്കുക. അപ്പോൾ ശിക്ഷേത ഹരിനാത് ബദ്ധാത് മൃഗയോർ ഗീതമോഹിതാത്. ശബ്ദത്തിനോട് അതിന് അത്രയ്ക്ക് വലിയ ആഭിമുഖ്യമാണ്. ശബ്ദം കൊണ്ടാണ് ഈ മാന്, പ്രത്യേകിച്ചും പറയും കസ്തൂരിമാൻ. കസ്തൂരിമാനെ അവർ കൊന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. കസ്തൂരിയുടെ ഗന്ധം വളരെ വിശേഷമാണ്, അതിന് കിട്ടാൻ എളുപ്പമല്ല. അപ്പോൾ ഈ പാട്ട് വായിച്ച് അല്ലെങ്കിൽ ഈ കുഴൽ വായിച്ച് അത് കേൾപ്പിച്ച് അങ്ങനെ നിന്ന് ഉറച്ചു നിൽക്കുമ്പോൾ അവർക്ക് നല്ല സമയമാണ് ഉന്നം നോക്കി ചെയ്യാൻ. ആ കാര്യം ഞാൻ പഠിച്ചു. നേരെ മറിച്ച് ഈ പാട്ടിൽ ഇത്ര ദത്തശ്രദ്ധതയോടുകൂടി ബദ്ധശ്രദ്ധയായി അതങ്ങനെ നിൽക്കണില്ല എന്ന് വെച്ചാൽ അത്ര എളുപ്പം അവർക്ക് മാനെ കൊല്ലാൻ സാധിക്കുമായിരുന്നില്ല. ഗ്രാമ്യഗീതം നശ്രണുയാത് യതിർവനചരഃ ക്വചിത് ശിക്ഷേത ഹരിനാത് ബദ്ധാത് മൃഗയോർഗീതമോഹിതാത്. ഗീതമോഹിതാത് എന്നാ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പാട്ട് കേട്ട് മോഹിപ്പിക്കപ്പെട്ടതായ മാനുണ്ട്, ആ മാനയാണ് അമ്പ ചെയ്ത് കൊല്ലുന്നത്. നൃത്തവാദിത്യഗീതാനി ജുഷൻ ഗ്രാമ്യാനി യോഷിതാം ആസാം ക്രീഡനകോ വശ്യ ഋഷ്യശൃംഗോ മൃഗീസുതാ. ഇത് മാത്രമല്ല വേറെയും ഒരു ഉദാഹരണം പറയുന്നു. ഒരു വലിയ കഥയാണ് മഹാഭാരതത്തിൽ. ആര്? ഈ ഋഷ്യശൃംഗൻ. ഈ ഋഷ്യശൃംഗനാണ് വാസ്തവത്തിൽ ദശരഥൻ്റെ കൊട്ടാരത്തിൽ വന്ന് വസിഷ്ഠർ പറഞ്ഞത് പ്രകാരം. ദശരഥന് 3 പത്നിമാരാണല്ലോ, രാജ്ഞിമാരാണ്. കൗസല്യാണ് ആദ്യത്തത്, ഗുണവതിയായിട്ടുള്ള ഒരു ഭാര്യയായിരുന്നു. ആ കൗസല്യയിൽ ദശരഥനുണ്ടായ പുത്രിയാണ് ശാന്ത. ആ ശാന്ത എന്ന് പറഞ്ഞ പുത്രിയെ, ഒരു പുത്രിയായിരുന്നു, പുത്രന്മാരുണ്ടായിരുന്നില്ല. ദശരഥൻ ലോമപാദന് ദത്തു കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും ഒരാൾ ഒരേ പുത്രിയുള്ളപ്പോൾ ആ പുത്രിയെ ദത്തു കൊടുക്കുമോ? രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടാവട്ടെ എന്നിട്ടാവാമെന്ന് വിചാരിക്കുകയുള്ളൂ. ദശരഥൻ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടുള്ള കുട്ടിയാണെങ്കിൽ വേറെ കുട്ടിയില്ലെങ്കിലും ലോമപാദനാണ് ദത്തു കൊടുത്തത്. അത് ദശരഥൻ്റെ വലിയൊരു മഹത്വമാണ്. എന്നിട്ട് ചിലർ പറയും ദശരഥന് കുട്ടികളില്ലാത്തതിന് കാരണം അദ്ദേഹത്തിന് സന്താനത്തിനുള്ള ബീജമില്ല എന്നൊക്കെ. അല്ല, അത് കഴിഞ്ഞ് കൗസല്യ പിന്നെ ഗർഭം ധരിച്ചില്ല. അങ്ങനെ 2 പത്നിമാരെ എടുത്തു, ആർക്കും ഉണ്ടായില്ല. എന്നിട്ടാണല്ലോ അശ്വമേധയാഗം നടത്തി അതിൻ്റെ അവസാനത്തിൽ പുത്രകാമേഷ്ടി യാഗം നടത്തിയത്. ആ പുത്രകാമേഷ്ടി യാഗം നടത്താനുള്ള സന്ദർഭം വന്നപ്പോൾ ഋഷ്യശൃംഗനായിരുന്നു അത് വേണ്ടതുപോലെ ഡയറക്റ്റ് ചെയ്ത് നടത്തിച്ചത്. ആ ഋഷ്യശൃംഗ മഹർഷിക്ക് വലിയൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. എന്താണ് ആ കഥ? വളരെ വിശേഷപ്പെട്ടതാണ്. ഈ ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ആള് കശ്യപൻ്റെ പുത്രനാണ് വിഭാണ്ഡകൻ. കശ്യപ മഹർഷി എന്ന് വളരെ പ്രസിദ്ധമാണ്. കാശ്യപ ഗോത്രക്കാർ ധാരാളം പേരുണ്ട്. ആ കശ്യപൻ്റെ മകനാണ് വിഭാണ്ഡകൻ. ഈ വിഭാണ്ഡകൻ, കശ്യപൻ്റെ പുത്രനായിരിക്കുന്ന വിഭാണ്ഡകൻ, ആ വിഭാണ്ഡകൻ്റെ മകനാണ് ആര്? ഋഷ്യശൃംഗൻ. ഈ ഋഷ്യശൃംഗൻ എങ്ങനെയാ പ്രസിദ്ധനായത്? എന്തായിരുന്നു അതിന് കാരണം എന്ന് ചോദിച്ചാൽ, ലോമപാദൻ്റെ രാജ്യമായിരുന്നു അംഗരാജ്യം. അംഗരാജ്യത്തിൻ്റെ അധിപനാണ് ലോമപാദൻ. ആ ലോമപാദൻ വല്ലാത്തൊരു തെറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വംശക്കാരെ ബ്രാഹ്മണന്മാരെ ചതിച്ചു. ആ ചതിച്ചതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചു എന്നറിയോ? അംഗരാജ്യത്തിൽ മഴ പെയ്യില്ല. എന്തിനാ? ശ്രീമദ് ഭാഗവതത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നത് നടന്ന സംഭവമാണ്. പേരൊക്കെയാണല്ലോ പറയുന്നത്. ലോകത്തിൽ നിങ്ങൾ വിചാരിക്കരുത് ബാഹ്യ പ്രവൃത്തികൾക്ക് മാത്രമാണ് വിലയും ശക്തിയുമെന്ന്. നമുക്കൊരു ആപ്തവാക്യമുണ്ട്. എന്ത്? മനഃകൃതം കൃതം കാര്യം നതു ദേഹകൃതം കൃതം എന്ന്. ദേഹം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടില്ല. മനസ്സുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് ചെയ്തതായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? മനസ്സാണ് ഇവിടെ പ്രമാണം. ബ്രാഹ്മണരെ ചതിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ മഹാഭാവല്യ. ആരാ ഈ ബ്രാഹ്മണര്? സാത്വികരായിട്ടുള്ളവർ. അവർ ഈ ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ബാക്കിയുള്ളവരെ പോലെ ദാമ്പത്യ ജീവിതത്തിന് വലിയ മോടി പിടിപ്പിക്കുക, അതല്ല അവരുടെ ഉദ്ദേശം. പണം സമ്പാദിക്കുക അതുമല്ല, വസ്തുക്കൾ ശേഖരിക്കുക അതുമല്ല.
അവരുടെ ജീവിതം തപസ്സിനും ഈശ്വരാരാധനയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും താത്വികമായിരിക്കുന്ന ജ്ഞാനം പിന്തുടർന്ന് മറ്റുള്ളവർക്കും ഉപദേശിക്കുക. അങ്ങനെ അധ്യയനം, അധ്യാപനം എന്ന് പറയുന്നതാണ് ബ്രാഹ്മണൻ്റെ വൃത്തി, ഇഫ് അറ്റ് ഓൾ ഉണ്ടെങ്കിൽ തന്നെ. പിന്നെയോ യജനം, യാചനം, വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക എന്ന്. അപ്പം ബാക്കിയുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്താനും നല്ലത് ചെയ്യിപ്പിക്കാനുമുള്ള ഒരു ജീവിതമാണ്. അവരുടെ സംഖ്യയിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ തപസ്സിലും അവരുടെ അനുഗ്രഹത്തിലുമാണ് സമാജം സമ്പുഷ്ടമായി തീരുന്നത്. ഇന്നും അങ്ങനെയുള്ളവർ ലോകത്തിലുണ്ട്. ഞാൻ ഈ സംപ്രേഷണത്തിന് പുറപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഒറ്റ ഉദ്ദേശമാണ്. ഞാൻ സാധാരണ 55 കൊല്ലമായി സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നത് 100, 500, 1000, 1200 പേരൊക്കെ കേൾക്കും. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ മാതിരി ചില അവസരങ്ങളിൽ ഞാൻ 30,000, 40,000, 5-6 ലക്ഷം ആൾ വരെയുള്ള മേടയിൽ കയറി സംസാരിച്ചിട്ടുണ്ട്, സദസ്യരുള്ള മേടയിൽ. പക്ഷെ പൊതുവെ ഒരു 500, 1000, 1500 ആൾക്കാരൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഈ മാതിരി കാര്യങ്ങൾ കേൾക്കാൻ. അത് കേൾക്കാതെ ആയാൽ ഈ വിദ്യ തന്നെ, ഈ സംസ്കാരം തന്നെ കൂമ്പടഞ്ഞു പോവും എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ജീവിതം ജഗത്തിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ജഗദ്ഗുരു ജഗദ്ഗുരു എന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഒരു പിടി ആൾക്കാർക്കോ ഒരു കുടുംബക്കാർക്കോ സമാജത്തിൻ്റെ ഒരു പ്രത്യേക ഗ്രൂപ്പിനോ ഒന്നുമല്ല, ലോകത്തിന് മുഴുവൻ നന്മയരുളുന്നതാണ്. അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ ബ്രാഹ്മണ ജീവിതം എന്ന് പറയുന്നത് അതാണ് വാസ്തവത്തിൽ. താൻ പഠിക്കണു എന്തിനു വേണ്ടി? ബാക്കിയുള്ളവർക്ക് പഠിപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ. താൻ യാഗയജ്ഞങ്ങൾ ചെയ്യേണ്ട വിധികളൊക്കെ മനസ്സിലാക്കി എന്തിനു വേണ്ടി? ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ. ഇതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ ഇന്നത്തെ കാലത്ത് നോക്കിക്കോളൂ, നമ്മുടെ സമാജം നന്നാവണമെങ്കിൽ അധ്യാപകന്മാർ നന്നാവണം. ഏതധ്യാപകന്മാർ? കിൻഡർ ഗാർട്ടനിൽ പഠിപ്പിക്കുന്നവർ തൊട്ട് റിസർച്ച് സെൻറ്റേഴ്സിൽ ഗൈഡായിരിക്കുന്നവർ വരെയുള്ള അധ്യാപകന്മാരുടെ അധ്യാപനത്തിനെ ആശ്രയിച്ചാണ് ഒരു രാജ്യം, പ്രജ, ലോകം മുഴുവനും നന്നാവാൻ പോണത്. എന്നാൽ ഈ അധ്യാപകന്മാർക്ക് വേണ്ടത്ര മതിപ്പ് നമ്മൾ കൊടുക്കണില്ല. ഇപ്പോൾ ഒക്കെ അവർക്ക് നല്ല ശമ്പളമുണ്ട്. പഴയ കാലത്ത് ശമ്പളം വളരെ കുറവാണ്. ഒരു 25-30 കൊല്ലം വരെ അധ്യാപകന്മാർ ഒന്നിനും കൊള്ളാത്തവരാ, പന്ത് പോലെ ഇട്ട് തട്ടിക്കൊണ്ടായിരുന്നത്. എന്നാൽ അവരാണ് വാസ്തവത്തിൽ ലോകത്തിൽ മനുഷ്യരെ നിർമ്മിക്കുന്നത്, പൗരന്മാരെ നിർമ്മിക്കുന്നത് അവരാണ്. അതറിയാനുള്ള ബുദ്ധി നമ്മുടെ ഗവൺമെൻറ്റിന് വളരെ വൈകിട്ടേ വന്നിട്ടുള്ളൂ. ഇപ്പം തന്നെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം എന്താ, ഒരു പ്രൊഫസർക്ക് കിട്ടുന്ന ശമ്പളം എടുത്ത് നോക്കിക്കോളൂ. ഭരണകർത്താക്കൾക്ക് IAS ഓഫീസർമാർക്ക് കിട്ടുന്ന ശമ്പളം നോക്കിക്കോളൂ. IAS ഓഫീസർ എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്ന നിയമങ്ങളെ പ്രാവർത്തികമാക്കി ഭരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അധ്യാപകന്മാരോ IAS ഓഫീസർമാരെ വരെ ഉണ്ടാക്കുന്നവരാണ്. ആ IAS ഓഫീസർമാരെ വരെ മന്ത്രിമാരെയും പ്രസിഡന്റ്, ഗവർണർ എല്ലാവരെയും ഉണ്ടാക്കുന്നതായ അധ്യാപകന്മാർ അവർക്ക് എന്ത് ശമ്പളം കൊടുക്കണമെന്ന് നിങ്ങൾ തന്നെ പറയും. അവർക്ക് കൊടുക്കണതോ ആനുപാതികമായിട്ടല്ല. അല്ല, ഇന്ന് നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടറിക്കൊക്കെ വലിയ ശമ്പളം 80,000, 1 ലക്ഷം വരെയായി. ജഡ്ജിമാർക്കൊക്കെ ഉണ്ട്. ഒരു പ്രൊഫസറിനോ അത്രയില്ല, 30,000, 40,000 ആവും. കൃത്യം ഫിഗർ എൻ്റെ മനസ്സിലില്ല കേട്ടോ. അപ്പം അവർക്ക് വളരെ കുറവാണ്. പക്ഷെ എന്താ വാസ്തവത്തിൽ അവരുടെ ദൗത്യം എന്താ? വലിയൊരു ദൗത്യമാണ് അവർക്ക്. ആ ദൗത്യം കണക്കിലെടുത്തുകൊണ്ട് വേണം അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരുടെ സ്ഥാനത്തെ നാം വിലമതിക്കാനും. അത് വളരെ മനസ്സിലാക്കണം. ഞാനിത് എന്തിനാ പറഞ്ഞത്? ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും വ്യാപാരത്തിലും അധ്യാപനത്തിലും നേതൃത്വത്തിലുമാണ് സമാജത്തിന് എന്ത് ഗുണമൂല്യ മഹിമയുണ്ടെങ്കിലും ഉണ്ടാവാൻ പോണത്. വേറെ ഒരു സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ബ്രാഹ്മണരെ ഈ ലോമപാതൻ, അംഗരാജ്യത്തിൻ്റെ അധിപനായിരിക്കുന്ന ലോമപാതൻ എന്തു ചെയ്തു? ചതിച്ചു. ചതിച്ചപ്പോഴോ പ്രകൃതി തന്നെ മനസ്സിലാക്കിയത്. അവിടെ ക്ഷാമം വന്നു, വരൾച്ച ബാധിച്ചു. ആ വരൾച്ച എന്തു ചെയ്താലും മാറില്ല. ഒരു പക്ഷേ പ്രശ്നം വെച്ച് നോക്കിയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ആ ബ്രാഹ്മണരെ നിങ്ങൾ ചതിച്ചു, നിരുപദ്രവികളായി. ബാക്കിയുള്ളവർക്ക് സ്നേഹവും വിദ്യയും നേതൃത്വവും നൽകുന്ന ശുദ്ധനിർമ്മല മനസ്കരായിരിക്കുന്ന ബ്രാഹ്മണരെ നിങ്ങൾ ചതിച്ചില്ലേ? ഇതിന് ഒരു പോംവഴിയില്ല. അതുകൊണ്ട് പ്രകൃതി തന്നെ നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണ് ഈ മഴ പെയ്യാതിരിക്കൽ. അതവിടെ ഇരിക്കട്ടെ. ബ്രാഹ്മണരല്ല മറ്റുള്ളവരെയും ചതിക്കാമോ? ഭർത്താവിനെ ചതിക്കാമോ? ഭാര്യയെ ചതിക്കാമോ? കുട്ടികളെ ചതിക്കാമോ? അയൽവക്കക്കാരനെ ചതിക്കാമോ? പ്രജകളെ ചതിക്കാമോ? ബ്രാഹ്മണരെ ചതിച്ചു എന്നുള്ള പേരിൽ അംഗരാജ്യത്തിൽ മഴ പോലും ഇല്ലാതെയായി. എന്നിട്ട് എന്താ പിന്നെ ഇതിന് വേണ്ടത്? ഒരു സംഭവം നടന്നാൽ നടന്നു. ഈ സമയം എന്ന് പറയുന്ന ചക്രത്തെ പിന്നാക്കം തിരിച്ച് ആ നടന്ന സംഭവത്തെ ഇല്ലാതെയാക്കി, അയ്യോ ഞങ്ങൾ ചതിച്ചു, അത് തെറ്റാണ്, ചതിക്കണില്ല, ചതിച്ചു എന്നുള്ള വിചാരം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവരുത്, അത് തിരിച്ചെടുക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. സംഭവിച്ചത് സംഭവിച്ചു, അതിന് മാറ്റാൻ പറ്റില്ല.
അതിനൊരു പരിഹാരം ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അത് എന്ത് മഹാപാപത്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളിപ്പോൾ എന്താ പറയുന്നത്? ശ്രീമദ് ഭാഗവതം. എന്താ അതിന് കാരണം? പരിഹാരം. ആർക്ക്? പരീക്ഷത്തിന്. ആരായിരുന്നു മഹാരാജാവ്? എന്താ ചെയ്തത്? ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ കൊണ്ടിട്ടു. അക്ഷന്തവ്യമായിരിക്കുന്ന ഒരു അപരാധമാണത്. ചെയ്തു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു വഴിയില്ല. മുനിപുത്രൻ ശപിച്ചു. 7 ദിവസമേ കയ്യിൽ സമയമുള്ളൂ തക്ഷകൻ വന്ന് കടിക്കാൻ. പരീക്ഷിത്ത് എന്ത് ചെയ്തു? ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാണ് പ്രായോപവേശം അനുഷ്ഠിച്ചത്. എന്നിട്ടോ ആ പ്രായോപവേശ സമയം മുഴുവനും തോരാതെ എനിക്ക് തത്വകഥനം കേൾക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പ്രകൃതി തന്നെ, ഈശ്വരൻ തന്നെ കൊണ്ട് സമ്മാനിച്ചത് ശുകമഹർഷിയത. 16 വയസ്സായിരിക്കുന്ന ഒരു കുട്ടി. നല്ല കൗതുകമുണ്ട്. എന്നാൽ ആ കുട്ടിയുടെ ശരീരത്തിൽ ഉടുതുണി യാതൊന്നുമില്ല. ആ കുട്ടിക്ക് തോന്നണില്ല എനിക്ക് എന്തെങ്കിലും ഒരു മറയോ ഒരഴകോ വേണമെന്ന് തോന്നണില്ല. അങ്ങനെ നഗ്ന സുന്ദരനായിരിക്കുന്ന ഒരു കുട്ടിയാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ മുഖത്തിൽ നിന്നോ അതിസുന്ദരമായിരിക്കുന്ന വാക്കുകളാണ് പ്രസരിക്കുന്നത്. ആ വാക്കുകൾ ഇങ്ങനെ കേട്ട് 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 ആ മഹാപാപത്തിൻ്റെ സർവ്വ അംശങ്ങളും മാഞ്ഞ് തേഞ്ഞ് അസ്തമിച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ പാപത്തിനും ഒരു പരിഹാരമുണ്ട്. ബ്രാഹ്മണരെ ചതിച്ച് വരൾച്ച ബാധിച്ചു, മഴയില്ല എന്ന് പറയുന്ന ആ ദുർവിധിക്ക് ഒരു പരിഹാരം വേണം എന്ന് വിചാരിച്ച് ആലോചിച്ചപ്പോൾ പറഞ്ഞു, ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വേണ്ടേ? സ്ത്രീ സ്പർശമോ സ്ത്രീ ദർശനമോ ഇല്ലാത്ത ഒരു കുട്ടി, ഒരു ബ്രഹ്മചാരിയെ കൊണ്ടുവരണം, ഒരു മഹർഷിയെ. എന്നിട്ട് ഇവിടെ ഒരു യാഗം നടത്തണമെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭാരതത്തിലെ ഇങ്ങനെയുള്ള മഹിമ നിങ്ങൾക്ക് കേൾക്കാനെങ്കിലും പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഇങ്ങനെ ഒരാളും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇത് സംഭാവ്യമാണ് എന്ന് എവിടെ? ഈ പുണ്യഭൂമിയിൽ. എവിടെ? നിങ്ങൾ ജനിച്ചിട്ടുള്ള പുണ്യഭൂമിയിൽ, നിങ്ങൾ സ്പർശമേറ്റ് നിൽക്കുന്ന പുണ്യഭൂമിയിൽ. ഇവിടെ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത സ്ത്രീ സ്പർശം, അത് കണ്ണുകൊണ്ടാവട്ടെ, കാതുകൊണ്ടാവട്ടെ, കൈകൊണ്ടാവട്ടെ, ആ സ്ത്രീ സ്പർശം ഇല്ലാത്തതായ ഒരാളെ കൊണ്ടുവന്ന് യാഗം നടത്തണം എന്ന് അന്വേഷിച്ചു ലോമപാദൻ. അന്വേഷിച്ചപ്പോൾ വിഭാണ്ഡകൻ്റെ മകൻ ഋഷ്യശൃംഗൻ ഒരാളുണ്ട്. ആ ഋഷ്യശൃംഗൻ ജനിച്ചതിന് ശേഷം വിഭാണ്ഡകൻ കാട്ടിലാണല്ലോ താമസം. ഒരൊറ്റ സ്ത്രീ അവിടെ വരില്ല. സാധാരണ ഇന്നും പുരുഷ സന്യാസിമാരുള്ള സ്ഥലത്ത് സ്ത്രീകൾ അങ്ങനെയൊന്നും വരാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരവിടെ തങ്ങില്ല. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ സിസ്റ്റം. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഞങ്ങളുടെ ആശ്രമത്തിലുള്ള ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പുരുഷന്മാരെ പോലെ സ്ത്രീകളും സന്യാസിനിമാരും ഉണ്ട്. ഞങ്ങളുടെ വ്യാസതപോവനത്തിലും ഉണ്ട്, ജ്ഞാനാശ്രമത്തിലും ഉണ്ടായിരുന്നു. അത് അവരവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ തന്നെ സ്ത്രീകളായിട്ടുള്ളവർ സന്യസിക്കണം എന്ന് പറഞ്ഞാലോ, ഭർത്താവും ഭാര്യയും കൂടിയിട്ട് സന്യസിക്കുക സാധാരണ നടക്കാത്തതാണ്. എന്താ? ഭർത്താവ് സന്യസിച്ച് പോകുമ്പോൾ ഉടനെ ഭാര്യ പറയും, അതെ നിങ്ങൾ പോയാൽ എങ്ങനെയാ കുട്ടികളെ നോക്കണ്ടേ, ഞാനിവിടെ ഇരുന്നോളാന്ന്. ഭർത്താവ് സമ്മാനിച്ച കുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഭർത്താവ് സന്യസിക്കാൻ പോകുമ്പോൾ മൈത്രേയി യാജ്ഞവൽക്യനോട് പറഞ്ഞ മാതിരി ഞാനുമുണ്ട് ആ സന്യാസ ഭാഗ്യത്തിന് എന്ന് പറയാനല്ല നമ്മുടെ സ്ത്രീകൾക്ക് തോന്നുന്നത്. നിങ്ങൾ പൊക്കോളൂ, ഞാനിവിടെ ഇരുന്ന് നോക്കിക്കോളാം. അതാ അവരുടെ സമ്പ്രദായം. അവിടെ ആ കൂട്ടൊക്കെ പോയി കേട്ടോ, ഒക്കെ പോയി. അങ്ങനെയൊക്കെ വൈപരീത്യങ്ങളാണ് മനുഷ്യരുടെ ഇടയിൽ. അപ്പോൾ സ്ത്രീകളെ കാണാൻ തന്നെ സാധിക്കില്ല. അങ്ങനെ വിഭാണ്ഡകൻ വളർത്തിക്കൊണ്ടുവന്ന് ലോമപാദൻ ഈ വർത്തമാനം അറിഞ്ഞു. ഋഷ്യശൃംഗൻ എന്നൊരു മഹർഷിക്കുട്ടി ഉണ്ടാവണം, വിഭാണ്ഡകൻ്റെ മകനാ. അവിടെ പോയിട്ട് ആ ഋഷ്യശൃംഗനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ ഈ പറഞ്ഞയക്കുന്നത് ആരാ? രാജാവ് സ്വതവേ ധാരാളം സ്ത്രീകളെയൊക്കെ കല്യാണം കഴിക്കുമല്ലോ, ബഹുഭാര്യാത്വം അവർക്കുണ്ടല്ലോ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജാവിനറിയാം പുരുഷന്മാരെ എവിടെയാണ് താഴുക, എവിടെയാണ് കുടുങ്ങുക എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു സ്ത്രീയെ അങ്ങോട്ട് പറഞ്ഞയക്കണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഒരു സ്ത്രീയെ പറഞ്ഞയക്കണം. ഏത് സ്ത്രീയാ പോവുക? ഒക്കെ കുലസ്ത്രീകളാണ്. ഒന്നിലോ കന്യകമാർ, അല്ലെങ്കിൽ ഭാര്യമാർ, അല്ലെങ്കിൽ സഹോദരിമാർ. അങ്ങനെയുള്ള ആരെങ്കിലും ഈ ഋഷ്യശൃംഗനെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഏയ് ഋഷ്യശൃംഗ, ലോമപാദൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വരൂ. ജ്യേഷ്ഠത്തിയമ്മ എന്ന് പറയുന്ന ഏർപ്പാടല്ല അവിടെ. ആ കുട്ടിയുടെ അവിടേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ തന്നെ പറ്റില്ല. അപ്പോൾ ആ കുട്ടിയെ ദൂരത്ത് നിന്ന് ആകർഷിച്ചു കൊണ്ടുവരണം. ഈ പുരുഷന്മാരെ ആകർഷിക്കുന്ന ദൗത്യം ഒരു സ്ത്രീയോട് പറഞ്ഞാൽ അത് നല്ലതോ ചീത്തയോ? ഒരു സ്ത്രീയെ വിളിച്ച് പറയുകയാണ്, ഇന്ന പുരുഷനെ ആകർഷിച്ച് കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ കേട്ട മാത്രയിൽ ആ സ്ത്രീ എന്താ വിചാരിക്കുക? ഇതൊരു നല്ല ദൗത്യമോ അതോ ഇത് തള്ളാവുന്നതോ? ഇത് തീരെ മോശമാണ്. ഒരു പുരുഷനെ ആകർഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. ഇത് ആരോടാ ഈ പറയുക? എന്തിനാണത്? സ്പൈയിങ്ങിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആകർഷിക്കൂ എന്ന് പറഞ്ഞ് സ്ത്രീകളെ പറഞ്ഞയക്കും സ്പൈസായിട്ട്. സാധാരണ ഏത് കുടുംബത്തിൽ ചെന്നൊരു പെൺകുട്ടിയോടോ മുതിർന്ന സ്ത്രീയോടോ പറഞ്ഞ്
ഇന്ന ആളെ ആകർഷിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഒരൊറ്റ ആളും തയ്യാറാവില്ല. ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് അഭിസാരികമാർ മാത്രമാണ്, വേറെ ആരുമല്ല. ഈ വ്യഭിചാരിണികൾ അഭിസാരികമാരുണ്ടല്ലോ, അവരുടെ ഉദ്ദേശം എന്താ? പുരുഷന്മാരെ സ്വാഗതം ചെയ്യുക, ഒന്നിലധികം പുരുഷന്മാരെ. അവരുടെ ജീവിതവൃത്തിയാണ്. നമ്മളതിനി പറയാൻ പോവുകയാണ് പിങ്കളയുടെ കാര്യത്തിന് ഉദാഹരിച്ചുകൊണ്ട്. അപ്പോൾ അവർ കണ്ടുപിടിച്ചത് ആരാ? അവിടെയുള്ള ഒരു അഭിസാരികയെ പലരും വിസമ്മതിച്ചു. ഒരാൾ സമ്മതിച്ചു. എന്താ? മനുഷ്യ ജീവിതം വിവിധമാണ്, പ്രകൃതിയുടെ മനോഹാരിതയാണ് വൈവിധ്യം എന്ന് പറയുന്നത്. അപ്പം ആ വൈവിധ്യത്തിൽപ്പെട്ട അങ്ങനെ ഉണ്ടോ ഒരു കാര്യം? ആരാ ആവശ്യപ്പെടുന്നത്? മഹാരാജാവ്. അപ്പം മഹാരാജാവ് എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാനത് തിരസ്കരിക്കില്ല, ഞാൻ കൊണ്ടുവരാം. ആ കൊണ്ടുവരാൻ പോണ പോക്കിൽ വലിയ അപകട. എങ്ങാനും ഇത് വിഭാണ്ഡകൻ അറിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ വലിയ ശാപമാ കിട്ടുക. അപ്പം ആ ശാപം കിട്ടാൻ എന്താ വഴി? അത് കിട്ടാൻ്റെ കഴിയണമല്ലോ. അതൊരു വലിയ സാഹസികതയാണ്. അതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ അതിന് തയ്യാറായി. എനിക്ക് തോന്നുന്നു ആ സ്ത്രീക്കാണ് പേര് വൈശാലി. ആ സ്ത്രീ അതിന് തയ്യാറായിട്ട് ഞാൻ പോവാം എന്ന് പറഞ്ഞു. കുറേ ആൾക്കാരൊക്കെ കൂട്ടി. സൗകര്യം വേണ്ടതുണ്ടല്ലോ, ബോട്ടും കാര്യങ്ങളൊക്കെ ആയി. ഈ വിഭാണ്ഡകൻ്റെ ആശ്രമം ഒരു പുഴയുടെ തീരത്താണ്, തൊട്ടടുത്തല്ല, കുറച്ച് ദൂരെ. അപ്പോൾ ഇവർ 3-4 സ്ത്രീകളായി കൂട്ടിക്കൊണ്ട് ഈ നേതൃസ്ത്രീ പോയി. അവിടെ പോയി പലതരത്തിലുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയി. ഒരു ദിവസം വിഭാണ്ഡകൻ ഇല്ല, എങ്ങോ പുറത്തു പോയിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരാൾ അവിടെ ഇറങ്ങി ഈ ഋഷ്യശൃംഗൻ്റെ ദൃഷ്ടിയിൽപ്പെടാവുന്ന തരത്തിൽ അവിടെ ഈ പൊന്മാൻ വന്ന് സീതയുടെ അടുത്ത് ചെന്നില്ലേ ഉദ്യാനത്തിൽ, അതേമാതിരി അവിടെ പോയി ഒന്നങ്ങോട്ട് പെരുമാറിയപ്പോൾ എങ്ങനെയോ ഈ കുട്ടിയുടെ കണ്ണ് ആ സ്ത്രീയിൽ പെട്ടപ്പോൾ അതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ല. ഋഷ്യശൃംഗന് അറിയില്ല ഇത് സ്ത്രീയാണെന്ന്. താനൊരു പുരുഷനാണെന്നോ വന്നതൊരു സ്ത്രീയാണെന്നോ അറിയില്ല. അതുവരെ കണ്ടിട്ടുമില്ല, പരിചയിച്ചിട്ടുമില്ല, അമ്മയെ പോലും കണ്ടിട്ടില്ല. അങ്ങനെ വളർന്ന കുട്ടിക്ക് എന്താ എനിക്ക് പതിവില്ലാത്തൊരാകർഷണം തോന്നണത്, എന്താണാവോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് അവർ പോയി വിഭാണ്ഡകൻ തിരിച്ചു വന്നപ്പോൾ മകൻ്റെ മുഖത്തിലൊരു പന്തികേട്. എന്തു പറ്റി എന്താണെന്നറിയില്ല. ഈ ആശ്രമത്തിൽ അടുത്ത പരിസരത്ത് ചിലർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് ഇതുവരെ കാണാത്തൊരു ദൃശ്യമാണ്. എന്തോ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. നീ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ജാഗ്രതയൊക്കെ മുൻകരുതലൊക്കെ കൊടുത്തു, വാണിങ്ങൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് വിഭാണ്ഡകൻ പതിവ് പോലെ കാട്ടിലേക്ക് പല കാര്യങ്ങൾക്കും കൂടി പോയപ്പോൾ ഇവർ രണ്ടാമതും വന്ന് താമസിക്കാതെ ഈ ഋഷ്യശൃംഗൻ അവരിൽ ആകൃഷ്ടനായി അവരെ ബോട്ടിലിരുത്തി അവർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ അംഗരാജ്യത്തിലേക്ക് കൊണ്ടെത്തിച്ച് പെട്ടെന്ന് അറിയില്ലല്ലോ ആരെ ഈ കാട്ടിലിരിക്കുന്ന തപസ്വി. കുറച്ച് സമയം പിടിച്ചു. അപ്പോഴേക്കും ഇദ്ദേഹത്തിന് ദേഷ്യം ആവരുതെന്ന് വിചാരിച്ച് ലോമപാദൻ വളരെയധികം സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ അയച്ചപ്പോൾ ദേഷ്യമൊക്കെ വന്നു. പിന്നെ എന്തായി? പെട്ടെന്ന് താമസിക്കാതെ ഈ ദശരഥൻ്റെ പുത്രി ശാന്തയെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ശാന്തയെ കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം വിഭാണ്ഡകൻ ഈ കാര്യമൊക്കെ മനസ്സിലായി വന്നതിന് ശേഷം ഇവിടെ വന്നപ്പോൾ വലിയ സത്കാരവും. ഈ ബ്രാഹ്മണർക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, ആരെന്ത് തെറ്റ് ചെയ്താലും എത്ര ശത്രുവായാലും കാലിൽ വന്ന് വീണ് സാഷ്ടാംഗ നമസ്കാരം എന്ന് പറഞ്ഞാൽ ആ തലയെ ചവിട്ടാനായിട്ട് ഒരാളും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ എഴുതിയിരിക്കുക, ഒരിക്കലും നിങ്ങൾ ബ്രാഹ്മണരെ കമാൻഡർ ഇൻ ചീഫ് ആക്കരുതെന്ന്. മിലിറ്ററി ഉദ്യോഗസ്ഥത്തിൽ ബ്രാഹ്മണരെ പിടിച്ചിരുത്തരുതെന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിങ്ങനെ ആയിക്കളയും. അത് വളരെ സൂക്ഷിക്കണം അത്. അപ്പോൾ അവിടെ പോയി സമ്മാനങ്ങളൊക്കെ കൊടുത്തു, എല്ലാം കഴിഞ്ഞു. എന്താ ചെയ്യുക? ദേഷ്യപ്പെടാതെ സമ്മതിച്ചു. ഒരു കാര്യം മാത്രം പറഞ്ഞു, എന്ത്? ഋഷ്യശൃംഗനോട്, ഒരു കുട്ടി ആയിക്കഴിഞ്ഞാൽ നീ മടങ്ങി വരണമെന്ന്. അതിൻ്റെ ഇടയിലാണ് ഈ ശാന്തയെ കല്യാണം കഴിച്ചു കൊടുത്ത് അതിലൊരു സന്താനമുണ്ടായി. ആ സന്താനമുണ്ടായതിനു ശേഷം ഋഷ്യശൃംഗൻ മടങ്ങിപ്പോയി. അതിൻ്റെ ഇടയിൽ നടത്തിയ യാഗം, ആ യാഗത്തിന് ശേഷമാണ് അംഗരാജ്യത്തിൽ പിന്നീട് മഴ പെയ്തതും സസ്യശ്യാമളമായി സമ്പദ് സമൃദ്ധമായതും. ഇതാണ് ഋഷ്യശൃംഗൻ്റെ കഥ. ഭാഗവതം അതെന്തിനാ കോട്ട് ചെയ്യണത്? ഋഷ്യശൃംഗന് വന്നു ഇതേമാതിരി ഗ്രാമ്യഗീതം ന ശൃണുയാൽ. മാൻ ആ കുഴൽ വായിക്കുന്നത്, കൊമ്പ് വായിക്കുന്നത് കേട്ട് തന്മൂലമാണ് മരണം. ഇവിടെ ഋഷ്യശൃംഗനോ എന്താ സംഭവിച്ചത്? നൃത്യവാദിത്ര ഗീതാനി ജുഷൻ ഗ്രാമ്യാനി യോഷിതാം. സ്ത്രീകൾ അവരുടെ ഡാൻസ്, കൂത്ത്, അതിന് വേണ്ടിയിട്ടുള്ള പാട്ട്, ഓടക്കുഴൽ, അങ്ങനെ പലതും ഉണ്ടല്ലോ. പല വിധത്തിലുള്ളതായ മൃദംഗമുണ്ട്, ഡോലക്കുണ്ട്, മൂർസിംഗുണ്ട്, പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻസ് ഉണ്ട്, വീണയുണ്ട്.
ഈ മാതിരിയൊക്കെ സ്ത്രീകളും കൂടി ആയാൽ അവിടെ പോകരുത്, ശ്രദ്ധിക്കരുത്. എങ്ങാനും ശ്രദ്ധിച്ചു പോയി എന്നുണ്ടെങ്കിലോ ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ. ആദ്യം കുറച്ചു നേരം കണ്ടു കഴിഞ്ഞാൽ അതിൽ സംഘം മനസ്സിൽ ജനിക്കുകയായി. സംഘം ജനിച്ചു കഴിഞ്ഞാൽ അത് കാമമായി, അതിന് തടസ്സം വന്ന ക്രോധമായി, പിന്നെ സമ്മോഹമായി, അത് കഴിഞ്ഞാൽ സ്മൃതി വിഭ്രമമായി, ആകെ മൊത്തം പെരണ്ട അങ്ങോട്ട് വീണു, നശിക്കലായി. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നതാണ് ഈ ശ്ലോകങ്ങൾ. അതാണ് ഇവിടെ പറയുന്നത്. ആസാം ക്രീഡനകോ വശ്യ ഋഷ്യശൃംഗോ മൃഗീസുത. ഈ ഋഷ്യശൃംഗൻ ഒരു മൃഗീസുതനാണ്. അദ്ദേഹം എങ്ങനെയാണോ വശപ്പെട്ടത് അതുപോലെ വശപ്പെടും, നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. ഇതാണ് 2 ശ്ലോകം വളരെ വിശേഷമാണ്. ഗ്രാമ്യഗീതം നശ്രണുയാത് യതിർവനചരഃ ക്വചിത് ശിക്ഷേത ഹരിണാത് ബദ്ധാത് മൃഗയോർഗീതമോഹിതാത് നൃത്യവാദിത്ര ഗീതാനി ജുഷൻ ഗ്രാമ്യാണി യോഷിതാം ആസാം ക്രീഡനകോ വശ്യ ഋഷ്യശൃംഗോ മൃഗീസുത. ഇനി അടുത്തതിലേക്ക് പോകാം. 16ാമത്തതായി 24 എണ്ണത്തിൽ മീനഹ മത്സ്യം, മധുഹ ഹരിണോ മീനഹ. തേനീച്ചക്കാരെന്ന് വെച്ചാൽ തേൻ ശേഖരിക്കുന്നവൻ്റെ കഥ പറഞ്ഞു, മാനിൻ്റെ ഗതി പറഞ്ഞു, അതോടുകൂടി ചേർത്ത് ഋഷ്യശൃംഗൻ്റെയും കഥ പറഞ്ഞു. ഇനി മത്സ്യത്തിനെ പറ്റി പറയുകയാണ്. ജിഹ്വയാ അതിപ്രമാധിന്യ ജനോ രസവിമോഹിത മൃത്യുമിച്ഛത്യസദ്ബുദ്ധിർ മീനസ്തു ബഡിശൈര്യഥ. പല ജീവികളുമുണ്ടല്ലോ, ആ പല ജീവികളിലും ഓരോ ജീവിക്ക് ഓരോ ഇന്ദ്രിയമാണ് ശക്തം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 5 ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ആവർത്തിക്കാം. ഇതൊക്കെ പഠിക്കേണ്ടതാണല്ലോ, ഓർമ്മ വയ്ക്കേണ്ടതാണല്ലോ. ശബ്ദാദിഭിഃ പഞ്ചഭിരേവ പഞ്ചത്വമാഹുസ്വഗുണേന ബദ്ധാഃ കുരംഗമാതംഗ പതംഗമീന ഭൃംഗാനരഃ പഞ്ചഭിരഞ്ജിതഃ കിം. ശങ്കരാചാര്യർ പരമഹംസ പരിവ്രാജകനായിരിക്കുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൃതിയാണ് വിവേകചൂടാമണി. അതൊരു പാരമ്യതയാണ് എല്ലാ കാര്യത്തിലും. അതിൽ പറഞ്ഞിരിക്കുകയാണ് ഓരോരോ ജന്തുവിനും ഓരോരോ ഇന്ദ്രിയാണ്. ആ 5 ഇന്ദ്രിയങ്ങളെ 5 ജന്തുക്കളിലായി പറഞ്ഞുതരും. എന്നിട്ട് ഈ 5 എണ്ണവും ആ ഇന്ദ്രിയത്തിലുള്ള ആകർഷണം കൊണ്ട് പോയി പഞ്ചത്വമാപുഹു മരിച്ചു പോവാണ്. ഈ 5 ഇന്ദ്രിയവും കൂടി ഈക്വലി ശക്തമായിരിക്കുന്ന മനുഷ്യജന്മത്തിൻ്റെ സ്ഥിതി എന്താന്ന് ചോദിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് മത്സ്യം. ആ മത്സ്യത്തിന് എന്താ ഇവിടെ? ജിഹ്വയാ അതിപ്രമാധിന്യ. ഇവിടെ ആനയെ പറ്റിയിട്ട് പറഞ്ഞത് എന്താ? സ്പർശം. മാനെ പറ്റി പറഞ്ഞതോ ശബ്ദം. ഇനി മത്സ്യത്തിനെ പറ്റി പറയുകയാണ് നാവ്. ജിഹ്വയാ അതിപ്രമാധിന്യ ജനോ രസവിമോഹിത. ജിഹ്വയാ അതിപ്രമാധിന്യ, വളരെ പ്രബലമായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ നാവ്. വീട്ടിൽ പോലും കട്ടുതിന്നും രോഗികൾ. പാടില്ല പാടില്ല എന്ന് പറഞ്ഞ് ഒതുക്കി വച്ചിട്ടുള്ള സാധനം ആരും കാണാതെ സൂത്രത്തിൽ ഒന്നുമില്ലെങ്കിൽ ജോലിക്കാരോട് പറഞ്ഞ് അതങ്ങോട്ട് മോഷ്ടിച്ചു കൊണ്ടുവന്ന് കഴിക്കും. അങ്ങനെയാണ് മനുഷ്യരുടെ സ്വഭാവം. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ സൂക്ഷിക്കണം. ജിഹ്വയാ അതിപ്രമാധിന്യ. നാവ് ചാവുന്നത് വരെ നമ്മളെ മോഹിപ്പിക്കാനായിട്ടുണ്ടാവും. ബാക്കിയുള്ളതൊക്കെ കാലക്രമത്തിൽ ഇല്ലാതെയായി എന്ന് വരാം. നാവ് അത് നമ്മൾ പോവാറില്ല. ചെകിട് കേട്ടില്ല, കണ്ണ് കണ്ടില്ല, തൊലിക്ക് സ്പർശവും വളരെ കുറവാണ്. പക്ഷേ നാവ് കൊണ്ട് അത് തീരെ അപ്രയോജനമായിട്ടിരിക്കുന്ന കാലം കണ്ടിട്ടില്ല സാധാരണ. ജിഹ്വയാ അതിപ്രമാധിന്യ ജനോ രസവിമോഹിത. രസം, രസനേന്ദ്രിയത്തിനാണല്ലോ രസം. ആ രസം, അതിനാൽ വിമോഹിതനായി ജനങ്ങൾ എന്ത് ചെയ്യുന്നു? മൃത്യുമിച്ഛതി അസദ്ബുദ്ധി. വേണ്ടത്ര വിവേകമില്ലാത്തതിൻ്റെ പേരിൽ മൃത്യും ഇച്ഛതി, മരണം അഭിലഷിക്കുന്നു അവർ. അസദ്ബുദ്ധി, വിവേകമില്ലാതെ. മീനസ്തു ബഡിശൈർ യഥാ. ചൂണ്ടൽ കൊണ്ട് എങ്ങനെയാണോ ഈ മത്സ്യത്തിനെ പിടിക്കുന്നത്, നോക്കൂ. ഒരു ചൂണ്ടലും കൊണ്ട് പുഴയിലോ ഒരു പൊട്ടക്കുളത്തിലോ ചെന്നു, വലിയൊരു ചൂണ്ടലാണ്. ആ ചൂണ്ടലെടുത്തിട്ട് ഇങ്ങനെ അതിലൊരു ചരടുണ്ടാവും. ചരടിൻ്റെ മുകളിൽ ഒരു ഇരുമ്പിൻ്റെ കൊക്കുണ്ടാവും. അതിൽ മണ്ണൂറ്റിപ്പാമ്പ് എന്നൊക്കെയാണ് പറയുക, എർത്തുവം. അതൊക്കെ വെച്ചിട്ട് താഴത്തേക്ക് ഇറക്കും. അതെ, മത്സ്യം എവിടെയോ കിടക്കണു, ഈ മനുഷ്യൻ കാണുന്നില്ല. മത്സ്യം വന്നിട്ട് അത് പിടിക്കേണ്ട താമസം താഴും, ഒറ്റ വലിയ. അപ്പോൾ ഈ മത്സ്യത്തിന് തിന്നാനുള്ളത് എന്തെങ്കിലും കണ്ടാൽ അതിന് വിടാൻ സാധിക്കില്ല അത്രേ. നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ പരിശ്രമിച്ച് നോക്കിക്കോളൂ. കുളം, അവിടെയൊക്കെ മൈനുള്ള സ്ഥലത്ത് വെറുതെ പൊന്തി കിടക്കുന്ന ഏതെങ്കിലും ഒരു സാധനം, മരത്തിൻ്റെ കഷ്ണമായിക്കോട്ടെ, വലിച്ചങ്ങ് ടപ്പെന്ന് ഇട്ടാൽ മത്സ്യം ഉടനെ വന്ന് കപ്പെന്നത് വിഴുങ്ങും. വിഴുങ്ങിയ പിന്നെ അത് മനസ്സിലാക്കണത് ഓ ഇത് തിന്നാനുള്ളതല്ല, അപ്പോൾ തുപ്പും ചെയ്യും.
നേരിട്ട് കാണാം, നിങ്ങൾ ചെന്നോളൂ. അപ്പം അവർക്ക് ഈ നാവ് എന്ന് പറഞ്ഞാൽ അത്രയാ. എപ്പോഴും വെള്ളം കുടിച്ചിട്ടാണല്ലോ കഴിയുന്നത്. അപ്പം ഈ നാവ് വളരെ പ്രബലമാണ് മത്സ്യത്തിൽ. അത്രത്തോളം പ്രാബല്യം വേറെ ഒരു ജന്തുവിലും ഇല്ല. മൃത്യുമിച്ഛത്യസദ്ബുദ്ധി മീനസ്തു ബഡിശൈർ യഥാ ജിഹ്വയാ അതിപ്രമാധിന്യ ജനോ രസവിമോഹിത. മൃത്യുമിച്ഛത്യസദ്ബുദ്ധി മീനസ്തു ബഡിശൈർ യഥാ ഇന്ദ്രിയാണി ജയന്ത്യാശു നിരാഹാരാമനീഷിണഃ വർജയിത്വാതു രസനം തന്നിരന്നസ്യ വർദ്ധതേ. ഇന്ദ്രിയാണി ജയന്ത്യാശു നിരാഹാര മനീഷിണഃ. സാധാരണ പട്ടിണി കിടക്കുക, ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക. ഒരു കാലത്ത് ഞാൻ കൽക്കട്ടയിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് വന്നതിന് ശേഷം സന്യസിച്ച ആദ്യ കാലത്താണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. ഇതാ ഇങ്ങനെ അധികം ഉള്ളിലേക്ക് പോകാണ്ടിരിക്കുക, കുറവ് കഴിക്കുകയാണ്. അപ്പോൾ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ബലം കുറയ്ക്കുക. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ആകർഷണം അല്ലെങ്കിൽ പ്രാബല്യം കുറയോ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല അത്. അതുകൊണ്ടൊന്നും നമുക്ക് ഇന്ദ്രിയങ്ങളെ മെരുക്കിയെടുക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളെ മെരുക്കിയെടുക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും വിനിയോഗിക്കുന്നതുമായ മനസ്സിൽ വേണം ആ മെരുക്കൽ നടക്കാൻ. അത് വളരെ പ്രധാനമാണ്. ശ്രീമദ് ഭാഗവതം ഒരു തത്വകഥനമാണ്. ആ തത്വകഥനത്തെ നാം എന്തു വേണം? ശ്രവണം, തത്വശ്രവണമായി കേൾക്കണം. അത് കേട്ട് 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 മനസ്സിനാണ് ഈ സംസ്കാരം, സമ്പന്നത, ഒതുക്കം, ക്രമീകരണം, ഉദാത്തത, ശമനം ഇതൊക്കെ ഉണ്ടാവേണ്ടത് മനസ്സിനാണ്. പരീക്ഷത്തിന് ഉണ്ടായില്ലേ? ഉണ്ടായി. എത്ര ദിവസം കൊണ്ട്? 6 ദിവസം കൊണ്ട്. 7-ാം ദിവസമോ ലോകത്തിന് വിട്ടുപോയി അദ്ദേഹം. അത്രയ്ക്ക് കേമായി. അതുപോലെ നമുക്ക് മനസ്സിനാണ് ഇത് വരാനുള്ളത്. ഇന്ദ്രിയങ്ങൾ മനസ്സിൽ പതിയാനുള്ള ഇംപ്രഷൻസ്, ഛായകൾ കൊണ്ടുവരുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. അത് വിട്ടൊന്നുമില്ല. മനസ്സാണ് ഇവിടെ പ്രമാണം. അപ്പം ഇന്ദ്രിയാണി ജയന്ത്യാശു നിരാഹാരാമനീഷിണഃ. ആഹാരം കഴിക്കാതെ ഇരിക്കുന്ന മനീഷികളുണ്ടല്ലോ. ഇന്ദ്രിയാണി ജയന്ത്യാശു. അവർക്ക് ഇന്ദ്രിയങ്ങൾ ഇപ്പോൾ തീരെ കഴിക്കണില്ല ഭക്ഷണം, പട്ടിണി കിടക്കുക എന്ന് വന്നാൽ നമുക്ക് ആരെങ്കിലും വന്നാൽ കണ്ണു തുറന്ന് കാണണമെന്ന് തോന്നുമോ? തോന്നില്ല. ഒരു റേഡിയോ വയ്ക്കൂ, കേൾക്കാമെന്ന് തോന്നുമോ? കേൾക്കാൻ തോന്നില്ല. എണീറ്റ് നടക്കണമെന്ന് തോന്നുമോ? തോന്നില്ല. എന്താ കാരണം? വയ്യ. അപ്പം ഭക്ഷണമാണല്ലോ ശരീരത്തിനെ നിലനിർത്തുന്നത്. അപ്പം ആഹാരം കഴിക്കാതെ ആയി എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ ശാന്തമാവുമോ ചോദിച്ചാൽ ശാന്തമാവും. ബട്ട് അവിടെ ഒരു ബട്ടുണ്ട്. എന്താ? വർജയിത്വാതുരസനം. നാവിന് മാത്രം ആ നിയന്ത്രണം ആ സമയത്ത് വരില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തിരി വെള്ളം കുടിക്കണമെന്ന് തോന്നും. എന്തെങ്കിലും രുചിയുള്ളത് കിട്ടിയാൽ വളരെ സന്തോഷമായി, മാമാങ്കമായി. തന്നിരന്യസ്യ വർദ്ധതേ, തന്നിരന്നസ്യ വർദ്ധതേ. അന്നം കഴിക്കാതെ ഇരിക്കുന്നവന് ഈ രസനകമ്പം കൂടുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. പട്ടിണി കിടക്കുന്നതല്ല നമ്മുടെ ദേഹത്തെയോ ഇന്ദ്രിയങ്ങളെയോ നിയന്ത്രിക്കാനുള്ള വഴി മനസ്സിനെയാണ്, ബുദ്ധിയാണ്. ബുദ്ധി കൊണ്ട് ആ ബുദ്ധിയുടെ സ്വാധീനം മാത്രമേ മനസ്സിൽ പതിയൂ. ആ മനസ്സിൽ ഇത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് എന്താ? വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ. ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ, പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ തീരുമാനിച്ചു അപ്പം മുതൽക്ക് പട്ടിണിയാണ്. ദിവസേന നമ്മൾ 3-4 തവണ ആഹാരം കഴിക്കുന്നുണ്ട്. നാളെ മുതൽക്ക് ഭക്ഷണം ഇല്ല എന്ന് തീരുമാനിച്ച സമയം മുതൽക്ക് പട്ടിണിയാണ്. പിറ്റേ ദിവസം കാലത്ത് പ്രാതൽ കഴിച്ചില്ല. ആ പ്രാതൽ കഴിക്കാതെ ഇരിക്കുമ്പോഴേക്ക് തന്നെ തുടങ്ങി ശരീരത്തിൻ്റെ ചുളുങ്ങലും ഒക്കെ. ഉച്ചത്തെ ഊണ് കഴിച്ചില്ല, വൈകുന്നേരത്തെ ഡിന്നറും ഉണ്ടായില്ല എന്ന് കഴിഞ്ഞാൽ തുടങ്ങി നല്ല പട്ടിണിയായി. അങ്ങനെ വിഷയാവിനിവർത്തന്തേ. അങ്ങനെ പട്ടിണിയായിരിക്കുമ്പോൾ ആ പട്ടിണി ബ്രേക്ക് ചെയ്യണത് എങ്ങനെയാ? നാവ് കൂടി ഭക്ഷണം കഴിച്ചിട്ടാണ്. ബാക്കി എന്ത് കഴിച്ചാലും പട്ടിണിക്ക് ബ്രേക്ക് ആവില്ല. അപ്പോൾ നിരാഹാരനായിരിക്കുന്ന ഒരു മനുഷ്യന് വിഷയാ വിനിവർത്തന്തേ, ഇന്ദ്രിയ വസ്തുക്കൾ ആ ആളിൽ നിന്ന് പോണു. ആ ആൾക്ക് കാണണം കേൾക്കണം എന്ന് തോന്നണില്ല. രസവർജം രസോപ്യസ്യ. ഒരു കാര്യം മാത്രം പറയാം, സർവ്വതും പിന്തിരിയണു, ഒഴിഞ്ഞു നിൽക്കണു എന്ന് പറഞ്ഞാലും രസവർജം, നാവിന് വേണം എന്നുള്ള തോന്നല് ഒരിക്കലും പട്ടിണിയുള്ളവൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോവില്ല. പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ? ആഹാരം കഴിക്കാതെ ഇരിക്കല്. ആഹാരം കഴിക്കണത് എങ്ങനെയാ? വായിലൂടെ. ആ വായിൽ ആഹാരം ചെന്നു എന്ന് പറയണതും രുചിക്കണത് ആരാ? നാവ്. അപ്പം പട്ടിണി ബ്രേക്ക് ചെയ്യണമല്ലോ. ബ്രേക്ക് ചെയ്യണമെങ്കിൽ നാവ് വേണ്ടേ അവിടെ? അപ്പം രസവർജം, ബാക്കി എല്ലാ ആവശ്യങ്ങളും രുചികളും പോയാലും
കാഴ്ചയ്ക്കുള്ളത്, കേൾക്കാനുള്ളത്, സ്പർശിക്കാനുള്ളത്, മണക്കാനുള്ളത് പോയാലും രുചിക്കാനുള്ള ആ ഒരു കാര്യം അവിടെ ബാക്കി വയ്ക്കുക. അപ്പം എത്ര പട്ടിണി കൊണ്ടും നാവിനെ ജയിക്കാൻ പറ്റില്ല. രസോപ്യസ്യ പരം ദൃഷ്ട്വാനിവർത്തതേ. ആ നാവിനുള്ള രസം പോകണം എന്നുണ്ടെങ്കിലോ അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു ആത്മരസം അനുഭവിക്കണം. ആത്മരസം അനുഭവിക്കണം. ആ ആത്മാനന്ദം, ആത്മാഹ്ലാദം, ഉൾ ആനന്ദം അത് നമുക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ നാവിലുള്ള ആനന്ദം തന്നെത്താനെ ചുളുങ്ങിപ്പോവും, നിഷ്പ്രഭമായി തീരും. സൂര്യൻ ഉദിച്ചിങ്ങനെ പ്രകാശം പരത്തുന്ന സമയത്ത് ഒരു ചിരാതിന് എന്തെങ്കിലും ഉണ്ടാവുമോ വില? അതുപോലെ ആത്മാനന്ദം എന്ന് പറയുന്ന സൂര്യൻ പ്രകാശിക്കുമ്പോൾ നമ്മുടെ നാവിനുള്ള രസം എന്ന് പറയുന്ന ചിരാതിൻ്റെ പ്രകാശം അന്വർത്ഥമാവില്ല, നശിച്ചു പോകും, മടങ്ങിപ്പോകുന്നു. ജുഷമാണശ്ചതാൻ കാമാൻ ദുഃഖോദർക്കാംശ്ചഗർഹയൻ. അതുകൊണ്ട് എന്തു വേണം? ഇത് കൃഷ്ണൻ ഏകാദശത്തിൽ ഈ സ്കന്ധത്തിൽ 20-ാം അധ്യായത്തിൽ 28-ാം ശ്ലോകമായിട്ട് പറയുകയാണ്. ജുഷമാണശ്ചതാൻ കാമാൻ. അപ്പോൾ ഈ ലോകവസ്തുക്കളോടും ഇന്ദ്രിയ ഭോഗങ്ങളോടുമുള്ള ആശ പോകണം എന്നുണ്ടെങ്കിൽ പട്ടിണി കിടന്നോ അനുഭവിക്കാതെ ഇരിക്കുന്നതോ അല്ല അതിനുള്ള വഴി. മറിച്ച് എന്താണ് വഴി? അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ നിങ്ങൾ അനുഭവിച്ചോളൂ, കണ്ടോളൂ, കേട്ടോളൂ, രുചിച്ചോളൂ. പക്ഷേ ജുഷമാണശ്ചതാൻ കാമാൻ ദുഃഖോദർക്കാംശ്ചഗർഹയൻ. ദുഃഖോദർക്കാംശ്ചഗർഹയൻ. ഇത് വാസ്തവത്തിൽ എനിക്ക് ഒരു വിധത്തിലുള്ള പരിഹാരവും തരില്ല. ഇത് ദുഃഖജനകമാണ്. അതുകൊണ്ട് ഇത് കൊള്ളില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് അനശ്വരവും ശാശ്വതവുമായിരിക്കുന്ന സുഖമാണ്. ആ സുഖം ഉള്ളിൽ നിന്നേ കിട്ടുള്ളൂ. ഈ പുറം വസ്തുക്കൾ ഇന്ദ്രിയങ്ങളുടെ തലത്തോളമേ ഉള്ളൂ, ഉള്ളിൽ പ്രവേശിക്കുന്നില്ല. വസ്തുക്കളൊക്കെ എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. വസ്തുക്കളൊന്നും എൻ്റെ ഉള്ളിൽ വരുന്നില്ല. എൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ എൻ്റെ മനസ്സാണ്. ആ മനസ്സിന് നിറയ്ക്കുന്നത് അറിവാണ്. അറിവോ ആത്മാവിനെ പറ്റിയിട്ടും. അങ്ങനെ ആത്മരസം, ആത്മാനന്ദം, ആത്മാഹ്ലാദം അതിനാണ് വേണ്ടത്, പരിശ്രമിക്കേണ്ടത് എന്ന് വിചാരിച്ച് ഇത് ദുഃഖകരമാണ്, നശ്വരമാണ് എന്നിങ്ങനെ മനസ്സുകൊണ്ട് അതിനെ തിരസ്കരിക്കുക. ആ തിരസ്കരിച്ച് അങ്ങനെ വരുമ്പോൾ എന്തുവരും? കുറച്ച് കഴിഞ്ഞാൽ മനസ്സിൽ വേണം എന്നുള്ള തോന്നലാ പോവും. അപ്പോൾ ഈ ചികിത്സ മുഴുവൻ നടത്തുന്നത് മനോമണ്ഡലത്തിലും മനസ്ഥലത്തിലുമാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ദ്രിയാണി ജയന്ത്യാശു നിരാഹാരാമനീഷിണഃ വർജയിത്വാ ദുരസനം തന്നിരന്നസ്യ വർദ്ധതേ. മനുഷ്യ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളാണല്ലോ, 5ഉം ഒരുപോലെ പ്രബലമാണെന്ന് പറഞ്ഞു. എന്നാലും ദീർഘകാലികത്വം ആലോചിച്ച് നോക്കുമ്പോൾ രസനം ജനിച്ചത് മുതൽക്ക് മരിക്കുന്നത് വരെ പ്രവർത്തിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ശക്തമാണ് ജനനേന്ദ്രിയവും. അത് ജനിച്ചു വിടുമ്പോൾ ഇല്ല, മരിക്കുന്നത് വരെ തുടരില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈ 2 എണ്ണത്തിനെ നല്ല പോലെ നിയന്ത്രിക്കേണ്ടി വരും എന്നാണ് നമ്മുടെ ശാസ്ത്രം എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു നിലയ്ക്ക് സമാപനമായിട്ട് പറയുകയാണ്. അടുത്തത് പറയാൻ തുടക്കം, അതിനൊരു മുഖവുരിയാണ് അടുത്ത ശ്ലോകം. താവജ്ജിതേന്ദ്രിയോ ന സ്യാത് വിജിതാന്യേന്ദ്രിയഃ പുമാൻ ന ജയേദ് രസനം യാവത് ജിതം സർവം ജിതേ രസേ. ഓരോരുത്തരായിട്ട് എൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞു വരികയാണല്ലോ. മധുഹ ഹരിണോ മീനഃ പിംഗല കുരരോ അർഭകഃ. ഇപ്പം മത്സ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിനു മുമ്പ് ഹരിണത്തിൻ്റെ കാര്യം പറഞ്ഞു, തേൻ ശേഖരിക്കുന്നവൻ്റെ കഥ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പിംഗല എന്ന് പറയുന്ന അഭിസാരികയെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു മുഖവുരയും കൂടിയാണ് ഈ ശ്ലോകം. താവത് ജിതേന്ദ്രിയോ ന സ്യാത് വിജിതാന്യേന്ദ്രിയഃ പുമാൻ. എത്രത്തോളം കാലം ഒരാൾക്ക് ഭക്തി ഉണ്ടെങ്കിലും ശരി, ശാസ്ത്രങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പറയാൻ പറ്റും എന്നുണ്ടെങ്കിലും ശരി, അതൊന്നുമല്ല ഇവിടെ പ്രസക്തം. ശരിയായ മാനദണ്ഡം ഇന്ദ്രിയങ്ങൾ ചപലങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടോ? ആ ഇന്ദ്രിയങ്ങളുടെ ചാബല്യത്തിന് മനസ്സിന് വല്ല സമ്മതമുണ്ടോ, ആവശ്യമുണ്ടോ? ഇന്ദ്രിയ ലോലുപനാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. താവത് ജിതേന്ദ്രിയോ ന സ്യാത്. അത്രത്തോളം കാലം ഒരുത്തൻ ജിതേന്ദ്രിയനാവില്ല. എത്രത്തോളം കാലം? വിജിതാന്യേന്ദ്രിയഃ പുമാൻ. എല്ലാ ഇന്ദ്രിയങ്ങളിലും ഒരുപോലെ ഒരു ജയം നമുക്ക് മെരുക്കാൻ പറ്റണം എല്ലാറ്റിനെയും. ന ജയേദ്രസനം യാവത്. അതിലും വെച്ച് നാവിനെ വേണ്ടതുപോലെ അടക്കാനും ഒതുക്കാനും ജയിക്കാനും സാധിച്ചില്ലെങ്കിലോ നടക്കില്ല. നാവ് ഒതുങ്ങിയാലേ ഇന്ദ്രിയ നിയന്ത്രണമായി എന്ന് പറയാൻ പറ്റുള്ളൂ. ജിതം സർവം ജിതേ രസേ. നാവ് കീഴടങ്ങി അല്ലെങ്കിൽ മെരുങ്ങിയെന്നുണ്ടെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളും മെരുങ്ങി എന്ന് പറയാം. എന്താ കാരണം? നാവിലൂടെയാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾക്കും കൂടി പ്രവർത്തിക്കാനുള്ള പോഷണങ്ങളും രക്തവും ഒക്കെ കിട്ടുന്നത്.
ഈ ദേഹത്തിനെ നിലനിർത്തുന്നത്. മൂക്കുകൊണ്ട് ശ്വസിച്ച് ശ്വാസകോശത്തിലൂടെ എല്ലാ സെല്ലിലേക്കും വ്യാപിക്കുന്നു. എന്ത്? വായു. അതുമാതിരി ഹാർട്ടടിച്ച് രക്തം എല്ലാ സ്ഥലത്തും പ്രവഹിക്കുന്നു. ഇതൊരു ആഹാരമായിട്ട് കണക്കാക്കിക്കൂടാ. ആഹാരം, ഭക്ഷണ പദാർത്ഥം, ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വായിലൂടെയാണ്. അതിൽ പ്രധാനമായി പ്രവർത്തിക്കുന്നത് നാവാണ്. ആ നാവാണല്ലോ ഇന്ന ഭക്ഷണം വേണം എന്ന് പറഞ്ഞ് ആ വിശപ്പറിഞ്ഞ് ആഹാരം കഴിക്കാൻ പുറപ്പെടുന്നത് രുചിയോട് കൂടിയിട്ട്. അപ്പം ആ നാവ് എത്രത്തോളം കാലം വേണ്ടതുപോലെ മെരുങ്ങുന്നില്ലയോ അത്രത്തോളം കാലം ഇന്ദ്രിയങ്ങൾ മെരുങ്ങി എന്ന് പറയാൻ പറ്റില്ല. താവജ്ജിതേന്ദ്രിയോ ന സ്യാത് വിജിതാന്യേന്ദ്രിയ പുമാൻ ന ജയേത് രസനം യാവത്. എത്രത്തോളം കാലം രസനേന്ദ്രിയത്തെ ജയിക്കുന്നില്ലയോ അത് ജയമായിട്ട് കണക്കാക്കരുത്. ജിതം സർവം ജിതേ രസേ, രസേ ജിതേ സർവം ജിതമേവ. നാവിനെ നമുക്ക് ജയിക്കാൻ സാധിച്ചാലോ എല്ലാ ഇന്ദ്രിയങ്ങളും ജയിച്ചു എന്ന് നമുക്ക് പറയാം. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ചരിത്രം അവധൂതൻ യദു ചക്രവർത്തിയോട് അവതരിപ്പിക്കുന്നത്. പിംഗലാനാമവേശ്യാസീത് വിദേഹനഗരേ പുരാ തസ്യാമേ ശിക്ഷിതം കിഞ്ചിത് നിബോധ നൃപനന്ദന. പിംഗലാനാമവേശ്യാസീത്. പിംഗല എന്ന് പേരുള്ള ഒരു വേശ്യ ഉണ്ടായിരുന്നു. ആര്? വേശ്യ, ഒരു വ്യഭിചാരിണി. വിദേഹനഗരേ പുര. വിദേഹരാജ്യം. വിദേഹരാജ്യം വളരെ പ്രസിദ്ധമാണല്ലോ. ഭാരതത്തിൽ എത്രയോ നാട്ടുരാജാക്കന്മാരും നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് 600 ചില്ലാനം നാട്ടുരാജ്യങ്ങളായിരുന്നു ഇവിടെ. അവരൊക്കെ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേർന്നു. തിരുവിതാംകൂർ, കൊച്ചി അടക്കം ഈ നാട്ടുരാജ്യങ്ങൾ അനവധിയുണ്ട്. അതിലൊക്കെ വെച്ച് ചിലത് വളരെ പ്രസിദ്ധമാണ്. അയോധ്യ പ്രസിദ്ധമാണ്. അതുപോലെ വിദേഹം എന്ന് പറയുന്നത് പ്രസിദ്ധമാണ്. പാടലീപുത്രം പ്രസിദ്ധമാണ്. അങ്ങനെ പലതും പ്രസിദ്ധമായിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ചും ജനകൻ വാണുകൊണ്ടിരുന്നതാണ് വിദേഹനഗരം. ജാനകി എന്നുള്ള പേര് ജനകന്റെ പുത്രി ആയതുകൊണ്ടാണ്. വൈദേഹി എന്നും സീതയെക്കുറിച്ച് പറയും. അതുമാതിരി അയോധ്യയിലാണ് ശ്രീരാമൻ, ദശരഥൻ എന്ന് തുടങ്ങി പല ആൾക്കാരും, കേമന്മാർ, രാജാക്കന്മാരൊക്കെ. അപ്പോൾ പിംഗലാനാമവേശ്യാസീത് വിദേഹനഗരേ പുര. ഈ വിദേഹനഗരത്തിൽ പിംഗള എന്ന് പ്രസിദ്ധിയായിരിക്കുന്ന ഒരു അഭിസാരിക ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ജനക മഹാരാജാവ്, അദ്ദേഹം എത്ര കേമനായിരുന്നു! ഭരണകാര്യത്തിൽ മാത്രമല്ല തത്വജ്ഞാനത്തിലും അദ്ദേഹം ഒരു ദൃഷ്ടാന്തവും ഒരു ആരാധ്യനുമാണ് നമുക്ക് എല്ലാവർക്കും. ഒരു നിലയ്ക്ക് വസിഷ്ഠരെ പോലെയാണ് ജനക മഹർഷി എന്ന് പറയാം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ജനകാദയ എന്ന് പറഞ്ഞ് അർജുനൻ്റെ മുൻപിൽ ഒരു മാതൃകയായി, ഒരു ഉദാഹരണമായി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അത്ര പ്രസിദ്ധനും ആരാധ്യനുമായിരുന്നു ജനക മഹാരാജാവ്. ആ ജനക മഹാരാജാവിൻ്റെ രാജ്യത്തിലും ഉണ്ടായിരുന്നു പിംഗള എന്നൊരു വേശ്യ എന്ന് പറയുമ്പോൾ ഈ വേശ്യാവൃത്തിയെക്കുറിച്ചും വേശ്യകളെക്കുറിച്ചും നിങ്ങൾക്ക് എന്തായിരിക്കണം മനസ്ഥിതി? നമ്മൾ വിചാരിക്കും, ഓ പിംഗള വളരെ മോശമാണ്, നന്നായില്ല എന്ന്. എൻ്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെയല്ല. ഈ പിംഗള എന്തിനാണ് ഈ ജീവിതവൃത്തി കൈക്കൊണ്ടത്? അത് ആവശ്യപ്പെടുന്നവർ അപ്പുറത്തുണ്ട്. ഒരാൾ ഒരു കട തുടങ്ങി, അതിൽ ചില സാമഗ്രികൾ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് എല്ലാവരോടും പറയുകയാണ്, ഇങ്ങനെ ഒരു സാമഗ്രികളുണ്ട്, നിങ്ങൾക്ക് വന്ന് മേടിക്കാമെന്ന്. അപ്പോൾ ആ കട തുടങ്ങുന്നതും സാധനം വിൽക്കുന്നതും ആർക്ക് വേണ്ടിയിട്ടാണ്? കച്ചവടക്കാരന് വേണ്ടിയിട്ടാണ്? അല്ല, അങ്ങോർക്ക് അതിൻ്റെ പണേ കിട്ടണുള്ളൂ. ആ സാമഗ്രികൾ കൊണ്ടുപോയി അനുഭവിക്കുന്നത് ഉപഭോക്താക്കളാണ്. അപ്പോൾ ഈ പിംഗള അവിടെ വേശ്യയായിട്ടുണ്ടെങ്കിൽ ആ വേശ്യ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ അപ്പുറത്ത് നാഗരികന്മാരുണ്ട്, പൗരന്മാരുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ പൗരന്മാരുടെ ഒരു ആവശ്യമായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരും വേണം എന്നുള്ളത്. ആ വേണമെന്നുള്ളത് ഇപ്പം ഇന്ന് മോഡേൺ രാജ്യത്തിലും കൂടി ലൈസൻസ് കൊടുത്തിട്ടാണല്ലോ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. സോ ദർ ആർ എ നമ്പർ ഓഫ് മെൻ ഇൻ അവർ കൺട്രി who always want to have this kind of a service rendered by women. So they have legalized it. അപ്പം നിങ്ങൾ പിംഗളയെ ആരും കുറ്റം പറയണ്ട. കുറ്റം പറയേണ്ടത് ആരാ? പിംഗളയുടെ അടുത്ത് പോകുന്ന മനുഷ്യന്മാരെയാണ് നമുക്ക് കുറ്റം പറയുന്നുണ്ടെങ്കിൽ തന്നെ പറയാനുള്ളത്. ഭൂമാനന്ദ സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. വളരെ സമഗ്രവും സങ്കീർണവുമായിരിക്കുന്ന പ്രകൃതിയുടെ വിവിധ മുഖങ്ങളാണ് നാം ഈ ലോകത്തിൽ കാണുന്നത് മുഴുവൻ. എന്തായാലും ഒരു കാര്യം ശരിയാണ്, ഈ മാതിരിയുള്ള വൃത്തി നമ്മുടെ ഇടയിൽ നിന്ന് പോകണം എന്നുള്ളത് നിസ്തർക്കമാണ്. അതിൽ തർക്കമില്ല, പോകേണ്ടത് തന്നെയാണ്. എന്തായാലും ആവശ്യമുള്ളിടത്തോളം കാലം ചിലരതിന് തയ്യാറാവുന്നു എന്നേ ഉള്ളൂ. പിംഗലാനാമവേശ്യാസി വിദേഹനഗരേ പുര. പണ്ട് വിദേഹനഗരത്തിൽ പിംഗല എന്ന് പേരുള്ള ഒരു വേശ്യ ഉണ്ടായിരുന്നു. തസ്യാമേ ശിക്ഷിതം കിഞ്ചിത്. അവിടെയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിശേഷത. ശ്രീമദ് ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ വേദവ്യാസ മഹർഷി പറയുന്നുണ്ട്, ഭാഗവത ശാസ്ത്രം പറയുന്നുണ്ട്,
ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. എന്താ പറഞ്ഞിരിക്കുന്നത്? തൊലി ഉരിച്ചാണ് ഞാൻ ധർമ്മകാര്യങ്ങൾ പറയുന്നത് എന്ന്. അപ്പം ധർമ്മം എന്താണെന്ന് പ്രതിപാദിക്കുന്ന സമയത്ത് ആ ധർമ്മത്തിൻ്റെ വിവിധ വശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അതിന് പറ്റിയ ദൃഷ്ടാന്തങ്ങളും സംഭവങ്ങളും പൂർവ്വചരിത്രങ്ങളും പൂർവ്വവിചിന്തനങ്ങളും എല്ലാം തന്നെ കൊണ്ടുവന്ന് അവതരിപ്പിക്കണം. ആ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു ലജ്ജയില്ലാതെ പറയുന്നു, 24 ഗുരുക്കന്മാരാണ് എനിക്ക്. എല്ലാവരും എൻ്റെ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. ബുദ്ധ്യുപാശ്രിതാഹ. ഇവരോരോരുത്തരും എന്നോട് വന്ന് ഉപദേശിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തരെയും കണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓരോരുത്തരെയും കണ്ട് ഞാൻ പഠിച്ചു. അപ്പം പിങ്കള എന്ന് പറയുന്ന ആള് സ്വഭാവം കൊണ്ടോ തൊഴിൽ കൊണ്ടോ ഒരു വേശ്യയായിരുന്നു എന്നുണ്ടെങ്കിലും ആ വേശ്യയ്ക്ക് അവസാനം സംഭവിച്ചത് എന്താ? അവർ പറഞ്ഞത് എന്താ? ആ വൃത്തി കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ അതോ കോട്ടമുണ്ടായോ? ആ കോട്ടമുണ്ടായെങ്കിൽ ആ കോട്ടം തീർക്കാൻ സാധ്യതയുണ്ടായിരുന്നോ? അവരത് തീർത്തോ? തീർത്തിട്ടുണ്ടെങ്കിൽ അതെന്താ? ആ തീർക്കാൻ അവരെ സഹായിച്ച ചിന്താഗതിയാണെങ്കിൽ ചിന്താഗതി, നിർണയമാണെങ്കിൽ നിർണയം, ഇതെന്താ എന്ന് ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് പിങ്കളയാണെങ്കിലും നിർത്തുന്നത് ആരാ? പരമഹംസ പരിവ്രാജകനും അവധൂതനുമായിരിക്കുന്ന ഒരു മഹാത്മാവ്. ആരോടാ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്? യദു ചക്രവർത്തിയോട്. ആ യദു ചക്രവർത്തിയുമായി അവധൂതൻ സംവദിച്ചു എന്നുള്ള ചരിത്രം ഉദ്ധരിക്കുന്നത് ആരാ? കൃഷ്ണ പരമാത്മാവ്. ആരോടാ? പരമഭക്തനായിരിക്കുന്ന ഉദ്ധവനോട്. എന്തിന്? അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിഷമം നീങ്ങാൻ. എന്താണ് വിഷമം? കൃഷ്ണനോടുള്ള സംഘം, കൃഷ്ണനിൽ നിന്ന് വേറിട്ടിരിക്കാൻ പറ്റാത്ത ഒരു വിഷമം. ആ വിഷമം പരിഹരിച്ച് ബദരികാശ്രമത്തിലേക്ക് പോകണം. ആ സംഘം തീർക്കാൻ വേണ്ടി പിങ്കളയെ ഉദാഹരിക്കുകയാണ്.